വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് തിരക്ക് കുറവുള്ള സ്റ്റേഷനാണ്. പക്ഷേ തൃശ്ശൂരിൽ നിൽക്കുന്ന എല്ലാ ട്രെയിനും ഇവിടെ നിൽക്കും. ഇതിപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. 4 ട്രാക്കുള്ള ട്രെയിനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിർത്താത്ത ട്രെയിനിന് അതിങ്ങനെ പോകാം. ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും. തിരുവനന്തപുരം ലോകമാന്യത്തിലേക്ക് ട്രെയിനാണ് ഈ പോകുന്നത്. ട്രെയിൻ പോയി ലോകമാന്യം മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനായിരുന്നു പോയത്. പക്ഷേ ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് ഈ ട്രാക്കിൽ വന്ന് നിന്നേനെ. മൊത്തം 4 ട്രാക്കാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ പതുക്കെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് ഏതാണ് ട്രെയിൻ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. VAP4 2256 എൻജിൻ. ഷൊർണൂർ നിലമ്പൂർ റോഡ്, പാലക്കാട് തൃശ്ശൂർ ഷൊർണൂർ നിലമ്പൂർ റോഡ്. നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ വാങ്ങണം. ഒക്കെ മറ്റേ സെക്കൻഡ് ക്ലാസ് മാത്രമുള്ളത് തോന്നണം. അൺറിസർവ്ഡ് കോച്ച് കൊള്ളാലോ. വളരെ പതുക്കെ പോകുന്ന ട്രെയിന്. ഷൊർണൂരിൽ നേരെ ഇവിടേക്ക് തൃശ്ശൂർക്ക് പോകുന്ന ട്രെയിന്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് പാലക്കാട്. കറക്കാണ് കേട്ടോ, നല്ല കറങ്ങിയിട്ട്. ഷൊർണൂർ നിലമ്പൂർ റോഡ്, പാലക്കാട് നിലമ്പൂർ റോഡ്, ഷൊർണൂർ തൃശ്ശൂർ, പിന്നെ ഇവിടുന്ന് ഷൊർണൂർ കഴിഞ്ഞ്. ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് നിന്നിട്ട് ഒരാൾ സിഗ്നൽ കൊടുക്കണം, എന്നാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പച്ചക്കൊടി കാട്ടി ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്ര നേരം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നേരെ ട്രെയിൻ പോകുന്നു. നേരെ ഇനി അടുത്ത് തൃശ്ശൂരാണ് സ്റ്റോപ്പിൽ പോകുന്നത്. ഒരു ചേച്ചി അവിടെ വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ ചപ്പച്ചവറുകളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ റെയിൽവേ ട്രാക്കിലിടുന്ന വേസ്റ്റോടൊക്കെ ഉണ്ടല്ലോ, കുപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ, അതൊക്കെ ഇങ്ങനെ വാരി ഒരു അടപ്പയിൽ ബക്കറ്റിലാക്കി ഇടുന്നുണ്ട്. നല്ല പൊള്ളുന്ന വെയിലാണ് കേട്ടോ. അതിലാണ് ചേച്ചി പണിയെടുക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിयों कृपया ध्यान दीजिए, एलपी पारूघाट से होकर जाने वाली गाड़ी नंबर 125212 कोचुवेली गोरखपुर रप्ती सागर सुपरफास्ट एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. ट्रेन नंबर 12512 रप्ती सागर ദീൻ ദയാൽ കോച്ച് തിരുവനന്തപുരം ഷാലിമാറിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്നത്. ട്രെയിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ചുവന്ന കളറിലെ നല്ല ഡിസൈനർ. ഇത് AC ഹോട്ട് ബഫറ്റ് കാറ്. ഇതെന്താ ഷായൻ സ്ലീപ്പർ. അത് കഴിഞ്ഞ് AC 2 ടയർ. അത് കഴിഞ്ഞാൽ AC 2 ടയറിന് 1A1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് M4. നല്ല സൗകര്യമുള്ള ട്രെയിനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയില്ല. AC എക്കോണമി, AC 3 ടയർ എക്കോണമി. ടയർ. AC കുറേ ഉണ്ടല്ലോ. സ്ലീപ്പർ കുറച്ചുള്ള, AC ആണ് കൂടുതലാണ് തോന്നുന്നു. എന്തായാലും ട്രെയിൻ പതുക്കെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ പതുക്കെ തന്നെയാണ് പോകുന്നുള്ളൂ. ഇതിൻ്റെ ഇവിടെ നിർത്തുള്ള പരിപാടി ഉണ്ടോ? പക്ഷെ നിർത്തുകയാണെങ്കിൽ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കയറ്റിയിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്.
നല്ല ആൾക്കാർക്ക് ഇറങ്ങാനും കയറാനേ പറ്റുള്ളൂ. എവിടെ നിർത്തിയിട്ട് ഇപ്പം എന്താ കാര്യം? വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. പച്ച ഇത് കാണിക്കുന്നുണ്ട്, എന്താ കൊടി കാണിക്കുന്നുണ്ട്. പോവായിരിക്കും ഇപ്പോൾ. അതാ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഷാലിമാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിന് അതും പോയി. നനച്ച വണ്ടി ഇനിയും കിടക്കലേ. നേരത്തെ അനൗൺസ് ചെയ്ത ട്രെയിൻ ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. 39:34:5 ഇന്ത്യൻ റെയിൽവേ. രപ്തിസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഗോരഖ്പൂർ മുതൽ കൊച്ചുവേളി വരെ. ഇതിപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്കാണ് പോകുന്നത്. ഇത് ഫുള്ള് AC കോച്ചുകളാണോ? മറ്റേ സാധനങ്ങളൊന്നുമില്ല. എന്തുട്ടാണ്, ജനറലൊന്നുമില്ല. അവിടുന്ന് പച്ചക്കൊടി വീശി ഇപ്പോൾ വണ്ടി എടുക്കും. പക്ഷേ സിഗ്നലിൽ പച്ച കളർ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ചുവപ്പ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പച്ച വരുമെന്ന് വിചാരിക്കുന്നു. അയ്യോ, പച്ച വന്നിട്ടില്ലല്ലോ. പച്ച വരില്ല, മഞ്ഞേ വരുള്ളൂ. മഞ്ഞ ലൈറ്റ് കത്തി. അപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ട്രെയിനാണ് കേട്ടോ. കുംഭമേളയ്ക്കൊക്കെ ഈ വണ്ടിയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു സ്വാമി നിൽക്കണ നോക്കിയാൽ. അത് ഗോരഖ്പൂർക്ക് പോകണല്ലേ? എവിടെ, UP-ലേക്കോ? ഓഹോ, അപ്പോൾ നമ്മുടെ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പോകാൻ പറ്റും. പെട്ടെന്ന് ആ ഒരു സ്വാമിയുടെ ഇത് കണ്ടപ്പോഴേക്ക് ആ ഒരു ഇത് കത്തിയത്. ജനറൽ കോച്ചുകളൊക്കെ ഉണ്ട്, ബാക്കിലാണെന്ന് മാത്രം. ഫസ്റ്റ് മുഴുവനും AC, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ജനറലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നീളമുള്ള ട്രെയിനാട്ടോ. എന്താല്ലേ, ഇതൊക്കെ സ്ലീപ്പറാണ് ഈ പോകുന്നത്. സ്ലീപ്പറൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ ഒഴിവായിട്ട് കിടക്കുന്നുണ്ടാവുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പറിനും ജനറലിനും ഒരേപോലെ ആവും. ജനറലൊക്കെ അപ്പുറത്തുണ്ട്. 3 കമ്പാർട്ട്മെൻറ്റ് ജനറൽ, ഒരെണ്ണം ലേഡീസിനുള്ളതോ. ജനറൽ നല്ല തിക്കും തിരക്കുണ്ട് കേട്ടോ. നാലെണ്ണുണ്ട് മറ്റേ സെക്കൻഡ് ക്ലാസ്. ഇത് പിന്നെ അവരുടെ ലഗേജ് ബ്രേക്കർ. അങ്ങനെ ആ ട്രെയിനും പോയി. അവിടെ പച്ച കളർ എഞ്ചിനുള്ളൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് CNGയിൽ ഓടുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. പച്ച കളറ് അതിൽ GD എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. 31-172 WAG ഗുഡ. ഇതൊക്കെ എന്തുട്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? കർണാടകത്തേക്ക് പോകുന്ന ട്രെയിൻ പോകുന്നു. കന്നഡയിൽ കുറേ ഏജൻസുണ്ട്. ഫസ്റ്റിൻ്റെ കാണുന്ന ജനറലാണ്. AC ഒക്കെ അതിന് ശേഷം വരുന്നുണ്ട്. ട്രാക്കുകളൊക്കെ റെഡിയാക്കുന്ന ഒരു എഞ്ചിന് അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ്റനൻസ് പണിക്കാർ തോന്നുന്നു അവിടെ നിൽക്കുന്നു. ഒരു റെയിൽവേ സ്റ്റേഷൻ, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ അത്യാവശ്യം നല്ല ട്രെയിനുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ അതായത് നോർത്ത് ഇന്ത്യക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ എവിടെ സ്റ്റോപ്പുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്നൊരു വഴിയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനി അങ്ങനെ കുറേ ദൂരം പോകണം. വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ട് സൈഡിലേക്ക് ശരിക്കും ഒരു വളവുണ്ട് കേട്ടോ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്. ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നതിൽ വേറെ അർത്ഥമൊന്നുമില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. എന്തായാലും ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ, അധികം തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ ആണെങ്കിൽ അതാ അവിടെ വീടുകളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. അങ്ങനെ ഒരു വീടൊക്കെ വയ്ക്കാൻ പറ്റിയ ഭാഗ്യം ബാലേട്ടൻ സിനിമയിൽ കാണുന്നുണ്ടല്ലോ, ഒരു വീട് ട്രെയിൻ പോകുന്നു. അതേപോലെയൊക്കെ പറ്റിച്ചെങ്കിൽ യൂട്യൂബൊക്കെ ഒന്ന് റെഡി ചെയ്യുന്ന അങ്ങനെ ഒരു വീട് മേടിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യത്തിലേക്ക് വരെ പോകുന്ന വേറൊരു ട്രെയിനാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അല്ലേ ലോകമാന്യത്തിലേക്ക് വേറൊരു ട്രെയിൻ കണ്ട്, അതിനോട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിരിക്കണം അവിടെയാണ് കേട്ടോ. എനിക്ക് ഇനി അതുവരെ നടക്കാനുള്ള വയ്യ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഓവർ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ ഇവിടെ. അത്രയും തിരക്ക് കുറവാണ്.